ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം സുന്ദരകാന്ഡത്തിലെ 51-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാവണനോട് ഹനുമാൻ സുഗ്രീവന്റെ സന്ദേശത്തെ അറിയിക്കുന്നതാണ് ഇതിലെ പ്രതിപാദ്യം. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കേട്ടു, ദൂതോഹമിതി വിജ്ഞായ രാഘവസ്യാമിതൗജസ ശ്രൂയതാമേവ വചനം മമ പഥ്യമിതം പ്രഭോ. രാമദൂതനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അല്ലയോ പ്രഭോ, എൻ്റെ ഹിതവചനങ്ങൾ നീ കേൾക്കണം എന്ന് ഹനുമാൻ പറയുന്നതായിട്ട്. തുടർന്ന് തം സമീക്ഷ്യ മഹാസത്വം സത്വവാൻ ഹരിസത്തമാ വാക്യമർത്ഥപദവ്യഗ്രസ്തമുവാചദശാനനം. സത്വവാനായിരിക്കുന്ന ആ ഹരിസത്തവൻ മഹാസത്വനായിരിക്കുന്ന അവനെ നോക്കി കൂസലില്ലാതെ അർത്ഥവത്തായിരിക്കുന്ന വാക്കുകള് ആ ദശാനനോട് പറയുകയുണ്ടായി. അഹം സുഗ്രീവ സന്ദേശാദിഹ പ്രാപ്തസ്തവാന്തികേ രാക്ഷസേച്ച ഹരീശ്വസ്താം ഭ്രാതാ കുശലം അബ്രവീൽ. അല്ലയോ രാക്ഷസരാജാവേ, ഞാൻ സുഗ്രീവ സന്ദേശം മൂലമാണ് ഇവിടെ നിന്റെ അടുത്ത് വന്നത്. സോദരനായിരിക്കുന്ന ആ വാനരനാഥൻ നിന്നോട് കുശലം ചോദിക്കുന്നു. ഭ്രാതൃസൃണ സമാദേശം സുഗ്രീവസ്യ മഹാത്മന ധർമാർത്ഥ സഹിതം വാക്യമിക ചാമുത്ര ചക്ഷമം. മഹാത്മാവും ഭ്രാതാവുമായിരിക്കുന്ന സുഗ്രീവൻ പറഞ്ഞയച്ച ധർമാർത്ഥ സഹിതവും ഇഹപരങ്ങളിൽ ക്ഷേമകരവുമായിരിക്കുന്ന ആജ്ഞയെ നീ കേൾക്കുക. രാജാ ദശരഥോ നാമ രഥകുഞ്ചരവാജിമാൻ വിദേവ ബന്ധുർലോകസ്യ സുരേശ്വര സമദ്യുതി. ചതുരംഗപ്പടയുള്ളവനും പിതാവിനെ പോലെ ലോകത്തിന് ബന്ധുവും സുരേശ്വരനെ പോലെ ശോഭിക്കുന്നവനുമായ ദശരഥൻ എന്നൊരു രാജാവ് ഉണ്ട്. ജ്യേഷ്ഠസ്യ മഹാബാഹു പുത്ര പ്രിയതര പ്രഭു പിതുർനിദേശ ദുഷ്ക്രാന്ത പ്രവിഷ്ടോ ദണ്ഡകാവനം. അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായിരിക്കുന്ന മൂത്തപുത്രനും മഹാബാഹുവുമായിരിക്കുന്ന ആ പ്രഭു പിതാവിന്റെ നിയോഗമനുസരിച്ചുകൊണ്ട് ദണ്ഡകവനത്തിലേക്ക് പോന്നു. ലക്ഷ്മണേന സഹഭ്രാത്ര സീതയാ സഹഭാര്യയാ. ഭ്രാതാവായ ലക്ഷ്മണനോടും ഭാര്യയായിരിക്കുന്ന സീതയോടും ഒരുമിച്ച് രാമോ നാമ മഹാതേജ ധർമ്മ്യം ബന്ധാനമാശ്രിത. രാമനെന്ന മഹാ തേജസ്വി ധർമ്മമാർഗത്തെ ആശ്രയിച്ചു. തസ്യ ഭാര്യ ജനസ്ഥാനെ നഷ്ടാസീതേതി വിശ്രുത. വൈദേഹസ്യ സുതാരാജ്ഞോ ജനകസ്യ മഹാത്മന. വിദേഹാധീശനും മഹാത്മാവുമായിരിക്കുന്ന ജനകരാജാവിന്റെ പുത്രിയും സീതയെന്ന വിഖ്യാതിയുമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ജനസ്ഥാനത്ത് വെച്ച് നഷ്ടപ്പെടുകയുണ്ടായി. മാർഗമാണസ്തുതാം ദേവീം രാജപുത്ര സഖാനുജ ഋഷ്യമോഹമനുപ്രാപ്ത സുഗ്രീവേണ സമാഗത. ആ ദേവിയെ അനുജരോടൊന്നിച്ച് അന്വേഷിച്ച് നടന്ന രാജകുമാരൻ ഋഷ്യമോഹത്തിലെത്തുകയും സുഗ്രീവനെ കണ്ടുമുട്ടുകയും ചെയ്തു. തസ്യതേന പ്രതിജ്ഞാതം സീതയാഹ പരിമാർഗണം. സീതയെ അന്വേഷിക്കാമെന്ന് സുഗ്രീവൻ അദ്ദേഹത്തോട് പ്രതിജ്ഞ ചെയ്തു. സുഗ്രീവസ്യാഭിരാമേണ ഹരിരാജ്യം നിവേദിതം. കവിരാജ്യം നേടിക്കൊടുക്കാമെന്ന് രാമൻ സുഗ്രീവനോടും സത്യം ചെയ്തു. തതസ്തേന മൃദേഹത്വ രാജപുത്രേണ ബാലിനം. അതിനുശേഷം ആ രാജകുമാരൻ പോരില് ബാലിയെ വധിച്ചു. സുഗ്രീവ സ്ഥാപിതോ രാജ്യേ ഹര്യ അരുക്ഷാണാം ഗണേശ്വര. വാനര രക്ഷന്മാരുടെ എല്ലാ രാജ്യത്തിന്റെ രാജാവായിട്ട് സുഗ്രീവനെ തുടർന്ന് വാഴിച്ചു. ത്വയാ വിജ്ഞാതപൂർവശ്ച ബാലി വാനരപുങ്കവ സ തേനേ നിഗത സംഖ്യേ ശരണൈകേന വാനര. ബാലി എന്ന വാനരപുങ്കവനെ നിനക്ക് പണ്ടേ പരിചയമുണ്ടല്ലോ. ആ വാനരനെ രാമൻ ഒറ്റയ്ക്ക് പോരില് ഒരമ്പ് കൊണ്ട് വധിച്ചു. സ സീതാമാർഗേണ വ്യഗ്ര സുഗ്രീവ സത്യസങ്കര ഹരീൻ സംപ്രേഷയാമാസ ദിശ സർവാ ഹരീശ്വര. സത്യസങ്കരനും വാനരേശ്വരനുമായിരിക്കുന്ന സുഗ്രീവനും സീതയെ തിരയാനായിട്ട് നാനാദിക്കുകളിലേക്കും വാനരന്മാരെ പറഞ്ഞയച്ചു. താം ഹരീണാം സഹസ്രാണി ച താഴ്നീതാനി ച. 100ഉം 1000ഉം 10,000 കണക്കിന് വാനരന്മാര് ദിക്ഷു സർവാസുമാർഗന്തേ ഹി അധശോപരി ചാമ്പരെ. അവളെ സകല ദിക്കുകളിലും മുകളിലും ചുവട്ടിലും ആകാശത്തിലും അന്വേഷിക്കുന്നു. വൈനതേയസമാഹ കേജിൽ കേജിൽ തത്രാ നിലോപമാഹ. ചിലർ ഗരുഡനെ പോലെയുള്ളവര്, ചിലര് വായുവിന് തുല്യരായിട്ടുള്ളത്,
അസംഗതയാ ശീക്ര ഹരിവീര മഹാബല. ആ വാനരവീരന്മാരും മഹാബലവാന്മാരും തടസ്സമില്ലാതെ സഞ്ചരിക്കുന്ന ആൾക്കാരുമാണ്. അഹം തു ഹനുമാൻ നാമ മാരുതസ്യൗരസസുത. ഹനുമാൻ എന്നു പേരുള്ള ഞാൻ വായുവിന്റെ ഔരസ പുത്രനാണ്. സീതയാസ്തു ഹൃദയ തൂർണം ശതയോജനമായതം. ഞാൻ സീതയ്ക്ക് വേണ്ടി 1000 കാതം വിസ്താരമുള്ള കടല് സമുദ്രം ലങ്കയിത്തേവ ത്വം ദദൃശ്വരിഹാഗത. 1000 കാതം വിസ്താരമുള്ള കടൽ ചാടിക്കിടന്ന് ഇവിടെ വന്നു. പ്രമദാചമയാ ദൃഷ്ട ഗൃഹേതേ ജനകാത്മജ. എന്റെ ഗൃഹത്തിൽ ചുറ്റു നടന്നപ്പോൾ ഞാന് ജനകപുത്രിയെ കണ്ടു. തൽപവാൻ ദൃഷ്ടധർമാർത്ഥസ്തവ കൃതപരിഗ്രഹ പരതാരാൻ മഹാപ്രാജ്ഞ നോപരോത്വം ത്വമർഹസി. മഹാപ്രാജ്ഞ, അതിനാൽ ധർമാർത്ഥങ്ങൾ കണ്ടറിഞ്ഞവനും തപശക്തി നേടിയവനുമായ ഭവാൻ പരതാരങ്ങളെ പിടിച്ചു വയ്ക്കുന്നത് ഉചിതമല്ല. നഹിധർമ്മവിരുദ്ധേഷു ബഹോപായേഷു കർമ്മസു മൂലഘാതിഷു സജ്ജന്തേ ബുദ്ധിമന്തോ ഭവദ്വിദാഹ. അങ്ങേപ്പോലുള്ള മനീഷികള് ധർമ്മത്തിന് വിരുദ്ധവും അനേകം അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതും സമൂലനാശം വരുത്തുന്നതുമായിരിക്കുന്ന പ്രവൃത്തികള് ചെയ്യാറില്ലല്ലോ. കച്ച ലക്ഷ്മണമുക്താനാം രാമകോപാനുവർത്തിനാം. ലക്ഷ്മണം പ്രയോഗിക്കുന്ന രാമകോപാനുവർത്തികളായ ശരണാമഗ്രത സ്ഥാതും ശക്തോ ദേവാസുരേശ്വരി. ശരങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദേവാസുരന്മാരിൽ പോലും ആർക്കാണ് കരുത്തുള്ളത്? നചാപൈത്രേഷു ലോകേഷു രാജൻ വിദ്യേത കശ്ചന. രാജാവേ, രാഘവന് അപ്രിയം പ്രവർത്തിച്ചിട്ട് സുഖിക്കാമെന്ന് കരുതുന്നതിനായിട്ട് 3 ലോകങ്ങളിലും ആരും ഉണ്ടാവുകയില്ല. തൽ ത്രികാലഹിതം വാക്യം ധർമ്മ്യമർത്ഥാനുയായിച്ച. അതിനാല് ത്രികാലഹിതകരവും സാർത്ഥകവും ധർമ്മ്യവുമായിരിക്കുന്ന ഈ വാക്ക് അനുസരിക്കും. അന്യസ്വ നരദേവായ ജാനകി പ്രതിദീയത. സീതയെ നരദേവന് തിരിച്ചു നൽകുക. ദൃഷ്ടാഹീയം മയാ ദേവി ലപ്തം യതിക ദുർലഭം. ഞാന് ദേവിയെ കണ്ടു, ദുർലഭമായിരിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞു. ഉത്തരം കർമ്മയശേഷം നിമിത്തം തത്ര രാഘവ. ഇനിയുള്ള പ്രവൃത്തി നടത്താനുള്ള നിമിത്തം രാമനാണ്. ലക്ഷിതേയം മയാ സീത തഥ ശോകപരായണ ഗൃഹേയാം നാഭിജാനാസി പഞ്ചാസ്യാമിവ പന്നകാം. ആവിധം ശോകപരായണയായിരിക്കുന്ന സീതയെ ഞാൻ കാണുകയുണ്ടായി. വീട്ടിനകത്തെ 5 തലയുള്ള പാമ്പാണവൾ എന്ന് നീ അറിയുന്നില്ല. നേയം ചെറിയതും ശക്യ സാസുരൈരമരൈരപി. വിഷം കലർന്ന അന്നത്തെ ദഹനശക്തി കൊണ്ടെന്ന പോലെ ഇവളെ അമരന്മാർക്കും അസുരന്മാർക്കും നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. തപസ്സന്താപലപ്തസ്തേ യോയം ധർമ്മപരിഗ്രഹ ന സാ നാശയിതും ന്യായ ആത്മപ്രാണപരിഗ്രഹ. നീ തപക്ലേശം കൊണ്ട് സമാർജിച്ച ഈ ധർമ്മഫലത്തെയും ദീർഘായുസിനെയും നശിപ്പിക്കുന്നത് ന്യായമല്ല. തപസ് ചെയ്ത് ദേവാസുരന്മാരുള്ള അവധ്യത നേടിയെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതിലും ഇതൊരു വലിയ ഹേതുവാണ്. സുഗ്രീവോ നഹി ദേവോയം ന യക്ഷോ നാച രാക്ഷസ. സുഗ്രീവൻ ദേവനോ യക്ഷനോ രാക്ഷസനോ അല്ല. മാനുഷോ രാഘവോ രാജൻ സുഗ്രീവശ ഹരീശ്വര. രാജാവേ, രാഘവൻ മാനുഷനും സുഗ്രീവൻ ഹരീശ്വരനുമാണ്. തസ്മാൽ പ്രാണപരിത്രാണാം കഥം രാജൻ കരിഷ്യസി. അതുകൊണ്ട് മന്നവ, നീ എങ്ങനെയാണ് പ്രാണരക്ഷ നേടുക? നതു ധർമ്മോപസംഹാരം അധർമ്മ ഫലസംഹിതം. ധർമ്മത്തിന്റെ ഫലം അധർമ്മം കൊണ്ട് സിദ്ധിക്കുകയില്ല. തദേവ ഫലമന്യേ ധർമ്മശാ ധർമ്മനാശന. അതേ ഫലം തന്നെ പിന്തുടരും. ധർമ്മം അധർമ്മത്തെ നശിപ്പിക്കും. പ്രാപ്തം ധർമ്മഫലം താവൽ പവതാനാത്ര സംശയ. ധർമ്മത്തിന്റെ ഫലമെല്ലാം നീ നേടിക്കഴിഞ്ഞു. ഫലമസ്യാപ്യധർമ്മസ്യ ക്ഷിപ്രമേവ പ്രബൽസ്യസേ. ഇതിൽ സംശയമില്ല. ഈ അധർമ്മത്തിന്റെ ഫലവും നീ വേഗം തന്നെ നേടും. ജനസ്ഥാനവതം ബുദ്ധ്വാ ബാലിനശവതം തഥാ രാമസുഗ്രീവ സഖ്യം ച ബുദ്ധ്യസ്വാഹിതമാത്മന. ജനസ്ഥാനപഥത്തെയും ബാലിയുടെ പഥത്തെയും അതുപോലെ രാമസുഗ്രീവ സഖ്യത്തെയും മനസ്സിലാക്കി നീ സ്വന്തം നന്മ എന്ത് എന്ന് അറിയുക. കാമം കല്ലുഹമപ്പേക സവാചിരത കുഞ്ചരാം. ഞാൻ തനിച്ചു തന്നെ ചതുരംഗപ്പടയൊത്ത ലങ്കയെ നശിപ്പിക്കാൻ ശക്തനാണ്. ലങ്കാം നാശയിതും
ശക്തസ്തൈഷ തുനനിശ്ചയ. എങ്കിലും അദ്ദേഹമാണത് നിശ്ചയിക്കേണ്ടത്. രാമേണ ഹി പ്രതിജ്ഞാതം ഹർഷ ഗണസന്നിധോ ഉത്സാദന്നമിത്രാണാം സീതായസ്തു പ്രദർശിത. സീതയെ അപഹരിച്ച് ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് രക്ഷവാനര സവിധത്തിൽ വെച്ചുകൊണ്ട് രാമൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപകുർവൻ ഹി രാമസ്യ സാക്ഷാത് അഭിപുരന്തര. രാമൻ ഉപദ്രവം ചെയ്താൽ സാക്ഷാൽ ഇന്ദ്രൻ പോലും ന സുഖം പ്രാപ്നുയാതന്യ കിം പുനസ്ത്വവിധോ ജന. സുഖം നേടുകയില്ല, ഇന്ദ്രൻ പോലും സുഖം നേടുകയില്ല, പിന്നെയാണോ നിന്നെപ്പോലെയുള്ള മറ്റുള്ളവര്. ആരെയാണോ നീ സീത എന്നറിയുന്നത്, ആരാണോ നിന്റെ വീട്ടില് വസിക്കുന്നത്, ഏയം തിഷ്ഠതേ ഗൃഹേ കാളരാത്രി താം വിദ്ധി സർവലങ്കാ വിനാശിനി. അവള് സർവലങ്കാ വിനാശിനി ആയിരിക്കുന്ന കാളരാത്രിയാണെന്ന് നീ മനസ്സിലാക്കൂ. തദലം കാലപേശേന സീതാവിഗ്രഹ രൂപിണ സ്വയം സ്കന്ധാപസക്തേന ക്ഷേമമാത്മനി ചിന്തന. അതിനാല് സീതയുടെ രൂപമാകുന്ന ആകൃതിയിലുള്ള കാലപാസത്തെ സ്വയം തോളിലിട്ടത് നീ മതിയാക്കുക. സ്വന്തം നന്മയെപ്പറ്റി ചിന്തിക്കുക. സീതയുടെ തേജസ് കൊണ്ട് ദഹിച്ച ഈ പുരി രാമന്റെ രോഷമേറ്റ് തേർവീതികളും കൊത്തളങ്ങളോടുമൊത്ത് കത്തിയിരിച്ച് ദഹിക്കുന്നത് നീ കാണാനിടയാകും. സ്വാനിമിത്രാണി മന്ത്രിച്ച ജ്ഞാതീൻ ഭാതൃൻ സുതാൻ ഹിതാൻ ഭോഗാൻ ധാരാംശലങ്കാം ചമാവിനാശം ഉപാനയ. സ്വന്തം മിത്രങ്ങളെയും അമാത്യന്മാരെയും ജ്ഞാതികളെയും സോദരന്മാരെയും പുത്രന്മാരെയും ഭോഗങ്ങളെയും ഭാര്യമാരെയും ഈ ലങ്കയെ തന്നെ നീ നശിപ്പിക്കരുത്. സത്യം രാക്ഷസരാജേന്ദ്ര ശൃണുഷ്വചനം മമ. രാക്ഷസരാജാവേ, എന്റെ ഈ സത്യവചനത്തെ കേൾക്കുക. രാമദാസസ്യ ദൂതസ്യ വാനരസ്യ വിശേഷത. രാമദാസനും ദൂതനും വാനരനുമായിരിക്കുന്ന എന്റെ വിശേഷകരമായിരിക്കുന്ന സത്യവാക്കുകളെ നീ കേൾക്കണം. സർവാൻ ലോകാൻ സുസംഹൃത്യ സഭൂതാൻ സചരാചരാൻ പുനരേവ തഥാ സൃഷ്ടും ശക്തേതാ രാമോ മഹായശാഹ. സർവചരാചരങ്ങളും സകല ഭൂതങ്ങളും കൂടിയ ലോകം മുഴുവൻ സംഹരിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ സൃഷ്ടിക്കാൻ കീർത്തിമാനായിരിക്കുന്ന ആ രാമന് കഴിയും. ആ വിക്രമനായിരിക്കുന്ന രാമനോട് എതിർത്ത് പോരാടാനുമായിട്ട് ആരും തന്നെ ഇല്ല. ഇപ്രകാരം രാമന് വിപ്രയം ചെയ്ത് നിനക്ക് ജീവിതം തന്നെ ദുർലഭമാണ്. ദേവാശ്ച ദൈത്യാശ്ച നിശാചരേന്ദ്ര ഗന്ധർവ വിദ്യാധര നാഗയക്ഷ രാമസ്സ ലോകത്രയ നായകസ്യ സ്ഥാതുന്ന ശക്ത സമരേഷു സർവേ. ദേവന്മാരിൽ ആരും, ദൈത്യന്മാരോ ഗന്ധർവന്മാരോ വിദ്യാധരന്മാരോ നാഗങ്ങളോ യക്ഷന്മാരോ ആരും രാമനോട് പോരാടാനായിട്ട് സമർത്ഥരല്ല. ബ്രഹ്മ സ്വയം ചതുരാനനോ വാ രുദ്ര സ്ത്രിനേത്ര ത്രിപുരാന്തകോ വാ. സ്വയംഭൂവും ചതുർഭുകനുമായിരിക്കുന്ന ബ്രഹ്മാവിനോ ത്രിനേത്രനും ത്രിപുരാന്തകനുമായിരിക്കുന്ന രുദ്രനോ ഇന്ദ്രോ മഹേന്ദ്രസ്വരനായകോ വാ. ദേവനായകനും മഹേന്ദ്രനുമായിരിക്കുന്ന ഇന്ദ്രനോ യുദ്ധത്തിലെ രാമനോട് സ്ഥാതുന്ന ശക്തോ യുധിരാഘവസ്യ. യുദ്ധത്തില് രാമനോട് എതിരിടാനായിട്ട് ആവില്ല. സഷ്ടവോപേതമധീനവാദിന കപേർനിശമ്യ പ്രതിമോ അപ്രിയം വച ദശാന്ന കോപ വിവൃത്തലോചന സമാധിശത്തസ്യ വധം മഹാകവേ. എതിരില്ലാത്ത രാവണൻ പാരവശ്യമില്ലാതെ പറയുന്ന ഈ കവിയുടെ സ്പഷ്ടവും അപ്രിയവുമായിരിക്കുന്ന വാക്ക് കേട്ട് കോപിച്ച് കണ്ണുരുട്ടിക്കൊണ്ട് ആ കവീന്ദ്രനെ കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ഇങ്ങനെ സുഗ്രീവ സന്ദേശവാക്യത്തെ രാമദൂതനായിരിക്കുന്ന ഹനുമാൻ രാക്ഷസരാജാവായിരിക്കുന്ന രാവണനോട് ഉണർത്തിക്കുന്നതാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.